ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി അതിഭയങ്കരമായ മഴയായിരുന്നു. നമ്മുടെ കൂട്ടാർ ടൗണൊക്കെ ഫുൾ വെള്ളത്തിനകത്തായി പോയി. ഒരു ട്രാവലറൊക്കെ ഒഴുകിപ്പോയി. ഞാൻ അത്ര ഒന്നും പ്രതീക്ഷയില്ല. നമ്മുടെ ഇവിടെയൊക്കെ അത്ര ഒക്കെ വരും. കേട്ടോ, ഇവിടെ മുതലുള്ള വാഹനങ്ങൾ മുഴുവൻ തടഞ്ഞിട്ടേക്കാന്ന് തോന്നുന്നു. വിടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. കൂട്ടാർ ടൗണൊക്കെ മുങ്ങിപ്പോകുന്ന വെച്ചാ താഴോട്ടെ എനിക്ക് താഴോട്ടുള്ള വണ്ടികൾ വിടുന്നില്ല, എല്ലാം തിരിച്ചു വിടുവാന്ന് തോന്നുന്നു കേട്ടോ. പോയി നോക്കാം. പോയി നോക്കാം അല്ലേ. അവരവിടെ ഒതുക്കിയിട്ടായിരുന്നു. ഒതുക്കിയിട്ടതല്ല അല്ലേ, താഴെ കൂട്ടാർ ടൗണിന് ഫുള്ള് വെള്ളത്തിനകത്താന്നാ പറഞ്ഞത്. സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ കിടന്ന ഒരു ട്രാവലർ, ഒത്തിരി വണ്ടികളൊക്കെ കുറെ എണ്ണം ഒഴുകിപ്പോയി. എന്നെ വിഷമമായി കാണും അല്ലേ. പിന്നെ എത്ര നാളത്തെ അധ്വാനം കൊണ്ട് വാങ്ങിച്ചായിരിക്കും ട്രാവലറൊക്കെ. ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു രാത്രിയില്. ഞാൻ ഓർത്തില്ല എന്നാ പെയ്താലും ഇത്ര ഒന്നും വരുമെന്ന് ഞാൻ ഓർത്തില്ല. ടൗണൊക്കെ മുങ്ങിപ്പോകുന്നു. കൂട്ടാർ ടൗൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. ഈ വളവ് കഴിഞ്ഞ് കാണാം. ഇനി വെള്ളമാണോ? വളവ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ടൗണ് താഴത്തെ ടൗണില്ലേ ഇപ്പൊ മേളുവശമാ. വഴി മുഴുവൻ വഴിയെല്ലാം ഫുള്ള് മൊത്തം കംപ്ലീറ്റ് കല്ലൊഴുകി വന്ന് കിടക്കുക കേട്ടോ. മീറ്റിൽ വന്നാളെ. അപ്പൊ ഇവിടെ വെള്ളം കേറിയായിരുന്നു. ഇവിടെ വെള്ളം കയറി കാണുകയല്ല, പക്ഷെ ഇവിടെ അല്ല വെള്ളം കയറിയത്. താഴത്തെ ടൗൺ അത് കണ്ടോ, ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ടോ. വെള്ളം താന്നു. വെള്ളം താന്നു, പക്ഷെ ടൗണ് മുഴുവനില്ലായിരുന്നു. ടൗണ് താഴെ ആ സ്റ്റേറ്റ് ബാങ്ക് ഇരിക്കുന്നിടത്തല്ല വെള്ളം കയറി. അതെല്ലാം വെള്ളത്തിനകത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടോ ഇതുണ്ടോ, അപ്പുറത്തോട്ട് മാറ്റി നോക്കാം. അതെ, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കേട്ടോ. സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ, അതെ സ്റ്റേറ്റ് ബാങ്കിനകത്തെല്ലാം വെള്ളം കയറി കേട്ടോ. അവിടെ കിടന്ന ട്രാവലർ പാർക്ക് ചെയ്യുന്നത്, അവിടെ കിടന്ന വണ്ടിയാ ഒഴുകിപ്പോയത്. അതെ 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 അതെ, അതിന്റെ വിഷയം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതുണ്ട്, ഒഴുകി പോകുന്ന വിഷയമുണ്ട്. കൂട്ടാറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇതുപോലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ സ്ഥലത്തൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വെള്ളം കയറിയില്ല. ഇവിടെ ഇത് പഴയ പാലം ഉണ്ടായിരുന്നപ്പോൾ പഴയ പാലം ഫുള്ള് വെള്ളത്തിനകത്തായിരുന്നു. ഇത് പൊക്കിയതുകൊണ്ട് ഇവിടെ പൊങ്ങിയോണ്ട് കുഴപ്പമില്ല. നമ്മുടെ കൂട്ടാറ് ഷാപ്പിനടുത്തുള്ള ഷാപ്പാ കേട്ടോ കാണുന്നത്. ഷാപ്പിന്റെ തൊട്ട് ബാക്ക് സൈഡാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലത്തേലൊക്കെ ഇതിന്റെ താഴെ ഒരു പഴയ പാലം ഉണ്ടായിരുന്നു. അതായിരുന്നെങ്കിൽ ഇപ്പൊ മൂടിപ്പോയാണ്. ഇത് പുതിയ പാലം പണിതാണ്. ഇത് മുങ്ങിയതാന്ന് ഏട്ടാച്ചൻ പറഞ്ഞു. ഇതിൽ വെള്ളമൊന്നും കയറിയില്ല. ഇതിനടിയിൽ ഒരു പാലമുണ്ട്, പഴയ പാലം. അത് ഷാപ്പൊക്കെ മുങ്ങിന്ന് പറഞ്ഞു. ഷാപ്പായിരിക്കുന്ന ഷാപ്പ് മുങ്ങിയില്ല. ഷാപ്പിന്റെ അവിടെ എല്ലാം വെള്ളം കയറിയതുകൊണ്ട് അങ്ങേ സൈഡെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു സംഭവം ആദ്യമായിട്ടാണ്, ഇത്രയും കൂട്ടാറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. ആ സൈഡ് കണ്ടോ, ആ സൈഡ് അത് ഭയങ്കര ഒഴുക്കാ, രണ്ടായിട്ട് തിരികുവാ. എന്തുവാ ചെയ്ത് എങ്ങനെയുണ്ട്? എന്നാ അടിയാടിയെന്ന്. അതിശക്തമായ വെള്ളപ്പൊക്കം. റോഡിലെല്ലാം ഫുള്ള് വെള്ളമായി കേട്ടോ. റോഡിലെല്ലാം മൊത്തം വെള്ളം. നിങ്ങൾ രാവിലെ വന്നായിരുന്നോ? ആണോ? ഫുള്ള് വെള്ളം. കംപ്ലീറ്റ് റോഡ് സൈഡ് ഉള്ള നമ്മള് വെള്ളത്തിൽ കൂടെ പോകുന്നത്. അതെ അതെ, ഫുള്ള് വെള്ളം, ഫുള്ള് ബ്ലോക്കാ കേട്ടോ. നമ്മള് ബാലഗ്രാം എന്ന സ്ഥലത്ത്, ബാലഗ്രാം ജംഗ്ഷൻ ഫുള്ള് വെള്ളത്തിലാണ്. അതുകൊണ്ട് വന്ന വണ്ടികളെല്ലാം മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. അതെ കിടക്കും. അപ്പം വരെ ഉള്ളു കേട്ടോ. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കിനും പരിപാടി റോഡിൽ മൊത്തം വെള്ളമായി. ഇവിടെ ഫുൾ ബ്ലോക്ക്, ഒറ്റ വണ്ടിയില്ല, വണ്ടികളൊന്നും പോകുന്നില്ല. സുഖമായിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങി ബാലഗ്രാമം തന്നെയാണ്. ഫുൾ ബ്ലോക്കാണ്. എല്ലാ വണ്ടികളും ഇവിടെ തന്നെ കിടക്കുന്നു. തോടേതാ, ആറേതാ, നാടേതാന്നൊന്നും അറിയില്ല. ബ്ലോക്കാ, ഫുൾ ബ്ലോക്ക്. അത് കാണുന്ന മൂന്നാർ, നെടുങ്കണ്ടം, രാമക്കൽമേടൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. ഇവിടെയാണ് പാലമാണ്. പാലത്തെ ഫുള്ള് വെള്ളം കയറി കിടക്കും.
അപ്പുറത്തെ ഫുള്ള് റോഡാണ്, അതും മൊത്തം വെള്ളത്തിൽ. വഴിയിലോട്ടൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് കിടപ്പുണ്ട് കേട്ടോ. ആ സൈഡൊക്കെ മൊത്തം അതിനൊക്കെ മേളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അവസ്ഥയല്ലേ. വെയിലൊക്കെ വന്നെന്ന് പറഞ്ഞാലും ക്ഷാമമൊന്നും ഇല്ല. ഓ ഇതിപ്പോ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. വെയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ വെള്ളം അതിലും ഉണ്ട്. ഇനിയും കൂടുമെന്ന് തോന്നുന്നു. ഇനിയും കൂടാനാണ് ചാൻസ്. ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാവും. ഇനിയും മഴ പെയ്താൽ പിന്നെ ഇറങ്ങാൻ വിടുന്നു. ആദ്യമായിട്ടായിരിക്കും ഹൈ റേഞ്ചിലൊക്കെ ഇതുപോലെ മഴ വരുന്നതല്ലേ. മഴയല്ല, വെള്ളപ്പൊക്കം വരുന്നത്. ഇതുകൊണ്ട് ഈ പറമ്പ് മൊത്തം വെള്ളത്തില്ല. ഇത് കണ്ടോ, ഇത്രയും റോഡിനോട് അടുത്താ കണ്ടോ. ഞാൻ ഓർത്ത് ഈ ആറും ഇതും തമ്മി കണക്ഷൻ ഉള്ള പോലെയല്ലേ കിടക്കുന്നേ. ഞാനല്ലേ ഇച്ചിരി വെള്ളത്തിൽ നിൽക്കുന്നേ. അതുപോലെ വെള്ളം കയറി. ഇത് കണ്ടോ, ഇത് ആ പ്ലാവ് കണ്ടോ, ഒരു പ്ലാവ് നിൽക്കുന്നത് കണ്ടോ. ആ പ്ലാവിന്റെ ചോട്ടിൽ ഒരു പശുവിന്റെ കാല് കണ്ടോ, പൊങ്ങി പൊങ്ങി വരുന്നത് കണ്ടോ. പശു പോത്തോ ഏതാണ്ടാ പോയിട്ട് കണ്ടോ കണ്ടോ ആണ്ടേ, അതേൽ ഉടക്കി കിടക്കുവോ കേട്ടോ. ആ ബുദ്ധിമുട്ടോ, ഇത് വെള്ളം കൂടുക കേട്ടോ, കുറയുമല്ല, വെള്ളം കൂടുക. ഇത് ഏതോ വീട്ടിലെ ഒരു ബെഞ്ചിന്റെ പലകയൊക്കെ ഇതേ വന്നത് വീട്ടിലെയാന്ന് തോന്നുന്നു കേട്ടോ. അക്കരെ ഏതാ സ്റ്റോറിലൊക്കെ വെള്ളമാണ് കേട്ടോ. സ്റ്റോറിലോട്ടുള്ള വഴിയെല്ലാം ഫുള്ള് വെള്ളമായി. ഇത് വെള്ളം നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ആ ഇത് നമ്മുടെ തേക്ക്യാമ്പ് ജംഗ്ഷനാണ് കേട്ടോ. തേക്ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പാറമേക്കാവ് ദേവീക്ഷേത്രം എന്ന് എഴുതിയേക്കുന്ന ബോർഡ്. ഇത് അവിടെ ഒരു പാലം കാണുന്നത്, ആ പാലമൊക്കെ മൂടിപ്പോയി. പാലത്തിനൊക്കെ മേളിൽ മൊത്തം വെള്ളം. ഇതിലെ കയറിയാണ് അക്കരയ്ക്ക് ആളുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. വീട് മുങ്ങി. തേക്ക്യാമ്പ് ജംഗ്ഷനുള്ള വീടും ഒരു ക്ലിനിക്കായിരുന്നു ഇത്. അതിനകത്തൂടെ വെള്ളം ഇങ്ങോട്ട് ഒഴുകി ഉണ്ടോ. വെള്ളമാണ് അകത്ത് നിറച്ചു വെള്ളമാണ്. വെള്ളപ്പൊക്കം അതിഭീകരമായിരുന്നു. അതെ അതെ. ഇതൊരു വീടായിരുന്നു. ഇത് വീടാ. ഇത് ഈ പോന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ വീടായിരുന്നു. എനിക്കറിയാവുന്ന. ആണോ? ആ ചേച്ചിയുടെ മോള് എന്റെ കൂടെ പഠിച്ചതാ. അയ്യോ, ആ വീടിനകത്തെല്ലാം വെള്ളം കയറി അല്ലേ. പോയി. പാവം, എന്നാ ചെയ്യാ. ഇതാ കേട്ടോ സഖാവ് പാറ എന്ന് പറയും. കൂട്ടാറിന് തൊട്ട് താഴെയുള്ള പാറയാ. ഇവിടെയൊക്കെ കൂട്ടാർ പുഴ അതിരൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, എന്തുവാ ഇത്. ഇത് കണ്ടോ എന്നാ ഒഴുക്കാൻ നോക്കി. ഇതിലെ ആ ട്രാവലറൊക്കെ ഒഴുകിപ്പോയി. ഇതിലെ പോയെന്ന് ഒരു പിടുത്തമില്ല. ആ വണ്ടിയൊന്നും ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ട്രാവലർ ഷാപ്പിന്റെ അവിടെ നിന്നവര് പറഞ്ഞ് അങ്ങോട്ട് വന്നില്ലെന്നാ. മിക്കവാറും എവിടെയെങ്കിലും കുടുങ്ങി അടി വെള്ളത്തിന്റെ അടി ആയിരിക്കും. നമ്മുടെ കൂട്ടാർ ടൗണിലെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഭാഗമാണ്. സ്റ്റേറ്റ് ബാങ്കിന്റെ അങ്ങോട്ടുള്ള പാലമൊക്കെ മൊത്തം പോയ ലക്ഷണമാണ് കാണുന്നത്. ഇവിടുന്നാണ് നമ്മുടെ ട്രാവലർ ഒഴുകിപ്പോയത് അല്ലേ. കൂട്ടാർ ടൗണൊക്കെ ടൗണിലോട്ട് വെള്ളം കയറിയിരുന്നുള്ളൂ ഉള്ളൂ. പക്ഷേ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലെല്ലാം മൊത്തം വെള്ളത്തിനകത്തായി. അറ്റോരം ഹോട്ടൽ ബ്ലോക്കൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കുഞ്ഞിക്ക് ഇന്നാള് വന്നപ്പോഴേ ഇവിടുത്തെ വെള്ളച്ചാട്ടം കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. തീർന്ന പരാതി. ഭയങ്കര നല്ല വെള്ളം എന്നാ കുത്തൊഴുക്കാന്ന് നോക്കിയേ. പക്ഷെ അവിടം കണ്ടോ നിരന്ന ഒത്തിരി പറമ്പിലോട്ടൊക്കെ കേറിയ ഒഴുകിയേക്കുന്ന അപ്പുറത്തെ സൈഡ്. അവിടെ കണ്ടോ, അവിടെ മൊത്തം മറ്റേ ആ പറമ്പിൽ കൂടെ വീട്ടിൽ കൂടെ എല്ലാം കയറി ഒഴുകി. ആ വീട്ടുകാർക്ക് അറിയായിരുന്നെന്ന് തോന്നുന്നുണ്ടോ, പില്ലറൊക്കെ അടിച്ച് മണ്ടയിലാ വീട് വെച്ചേ. അതെ അതെ അതെ. കൂട്ടാറിനടുത്തുള്ള കമ്പംമെട്ടിന് ഇടയ്ക്കുള്ള പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഈ പാറക്കടവ് ഇന്നാള് വന്നപ്പം വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് ഇവിടെ വെള്ളച്ചാട്ടം ഇല്ലെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ശക്തിയിൽ അതിഭയങ്കരമായ രീതിയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ന്യൂസിനകത്ത് മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളൂ. വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വീട്ടിലൊക്കെ വെള്ളം കയറിയതൊക്കെ. ഇവിടെ എല്ലാം മൊത്തം വെള്ളമായി കംപ്ലീറ്റ്. ഇപ്പൊ കുറഞ്ഞോണ്ടിരിക്കാന്ന് തോന്നുന്നു അല്ലേ. കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അല്ലേ. ഇവിടെ മുമ്പേ ഈ റോഡിൽ ഞങ്ങൾ മുമ്പേ വന്നായിരുന്നു. നിങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നേ വന്നപ്പോഴല്ലേ ഈ റോഡിലെല്ലാം മൊത്തം വെള്ളമായിരുന്നു. അവിടെ അത്രയും സൈഡ് വഴി അവിടെ എല്ലാം വെള്ളം കയറിയതാ. ഇതിപ്പോ താന്നു പോയതാ വെള്ളം. എന്നാണ്ട് പാലമുണ്ട് പാലമുണ്ട്. പക്ഷെ താഴത്തെ മറ്റേ സ്റ്റേറ്റ് ബാങ്കിന്റെ ഇവിടുത്തെ പാലമുണ്ടോ? പോയി പകുതി പോയല്ലേ. അപ്പൊ ഇനിയിപ്പോ അവിടെ പാലം പണിതാലേ അക്കരയ്ക്ക് പോകാൻ പറ്റുന്നുള്ളൂ. എന്നാ ചെയ്യാനല്ലേ, എന്നാ മഴയായിരുന്നില്ല. നമ്മളവിടെ എങ്ങനെയുണ്ട്? അവിടെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ?
ആ കറങ്ങിയാ വരുന്നത്. ഞങ്ങൾ മുമ്പേ വന്നപ്പോൾ ഇതിലൊന്നും വണ്ടി പോരുവരായിരുന്നു. ആ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് അക്കരക്കുള്ള ഒരു പാലമാണ്. അക്കരെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവരിങ്ങോട്ട് വരാനായിട്ട് നിൽക്കാന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാലേ പകൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പകലൂടെ നിന്ന് പെയ്തിരുന്നെങ്കിൽ അവസ്ഥ ആ അതെ 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 അതെ. പിന്നെ കൂട്ടാർന്ന് പറഞ്ഞ സിറ്റി ഇല്ല, സിറ്റി ആവും. ഇത് റോഡുമായിട്ട് ഇത്രയും റോഡും തോടും എല്ലാം ഒരുപോലല്ലേ. അപ്പൊ ഇത് എന്നാ താഴ്ച ഉണ്ട് ആ തോടിനെ, അതിനകത്തുനിന്നല്ലേ ഇത്രയും വെള്ളം കയറി വരുന്നത്. ഈ ആറ് ഇപ്പൊ കാണുമ്പോ ഇത്ര അല്ലേ. ചേട്ടാച്ചൻ പറഞ്ഞ് ഇത് ഈ റോഡിനെക്കാട്ടിലും കൊറേ താന്ന ആറ്, അത്തിനും മണ്ടയിലാ വെള്ളം കയറി ഒഴുകുന്നത്. ആ അതെ അതെ. രാത്രിയിൽ അത്രേ ശക്തമായിട്ട് മഴ പെയ്തിട്ടും രാവിലെ നല്ല വെയിലും തെളിച്ചമൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റോഡിൽ വെള്ളം കയറും. ദൈവമേ, ഇന്നലത്തെ പോലെ പെയ്യാതിരുന്നാ മതിയായിരുന്നു. അതെ അതെ. സൈഡിൽ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് കഷ്ടം. എല്ലാം അവിടെ അപ്പുറത്തെല്ലാം വീടുകളിലെല്ലാം വെള്ളം കയറി. എല്ലാരും അവിടെ നിൽക്കുക, ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ആ ഇതില് ഇനിയിപ്പം വെള്ളം താന്നാലേ പോക്ക് നടക്കത്തുള്ളൂ അക്കരയ്ക്ക്. നമ്മള് കൂട്ടാറ്റിൽ നിന്ന് അങ്ങോട്ട് കട്ടപ്പനയ്ക്ക് തൊളു വഴി കട്ടപ്പനയ്ക്ക് പോകുന്ന കുഴിത്തൊളും ഒക്കെ പോകുന്ന റോഡാ അത്. മെയിൻ റോഡാ അത്. റോഡ് കണ്ടാൽ അറിയാൻ പറ്റുമോ? റോഡ് കാണാനേ ഇല്ല, അത് ഫുള്ള് വെള്ളമായി. ഇതെല്ലാം ഒത്തിരി പേര് ആറ്റിലോട്ട് നോക്കി നിൽപ്പുണ്ട്. അവിടെ ഒരു വണ്ടി പോയില്ലായിരുന്നു, ഒഴുകി പോയില്ലേ? വീല് മാത്രം കാണാം. അതില് പോയി എടുക്കാൻ പാടാം. അത് വേറെ വണ്ടിയാ, ട്രാവലറല്ലേ. ആ അപ്പോൾ ഞങ്ങൾ കുഞ്ഞിയും എല്ലാവരെയും ആയിട്ട് ഞങ്ങൾ പോയി, രാവിലെ ഒന്ന് പോയി, പിന്നെ ഒന്ന് പോയി. ഞങ്ങൾ കൂട്ടാറ്റി പോയി, വെള്ളപ്പൊക്കമൊക്കെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം? അതെ അല്ലേ. പക്ഷേ ഒത്തിരി പേർക്ക് ഭയങ്കരമായ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ മൃഗങ്ങളൊക്കെ, വളർത്തുമൃഗങ്ങളൊക്കെ പോയി. ഒത്തിരി പേരുടെ വീടുകളിൽ വെള്ളം കയറി. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്നും താമസിക്കുന്നിടത്തൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സേഫാണ്. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.